ഹായ് ഓൾ, വെൽക്കം ടു അഡാക് 24/7 മലയാളം. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓരോ പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം എന്താണ്, ഏതൊക്കെ ടോപ്പിക്കാണ് പ്രധാനമായിട്ടും ഓരോ എക്സാമിലും ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഡാക് 247 മലയാളത്തിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ഓരോ എക്സാമിലും എത്രത്തോളം ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കറണ്ട് അഫയേഴ്സ്, നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് വരുന്ന കുറച്ച് മേഖലകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത പരീക്ഷകൾ നമുക്ക് കുറവാണെന്ന് തന്നെ പറയാം. സ്പോർട്സ് എന്തെങ്കിലും ഒരു ഈവൻറ്റ് ഇന്ത്യ വേദിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടോ, ആരെയാണ് പരാജയപ്പെടുത്തിയത്, അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ഭാഗ്യചിഹ്നമുണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത എഡിഷൻ എവിടെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും. പിന്നെ ഓരോ സ്പോർട്ട് ഐറ്റമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവർ ഒരു വ്യക്തിയുടെ പേര് തന്നിട്ട് അവർ ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്കറിയുന്നതാണ്. അപ്പോൾ സ്പോർട്സ് ന്യൂസ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗാണ്. ഓരോ സ്ഥലത്തുള്ള ഓരോ പ്രൊഡക്ട്സിന് ഇതുപോലെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിക്കാറുണ്ട്, അല്ലെ GI ടാഗ് ലഭിക്കാറുണ്ട്. ഒരു യൂണീക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനൊരു ടാഗ് ലഭിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും: ഈ ഒരു പ്രൊഡക്റ്റിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു, ഇത് എവിടുത്തെ പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ GI ടാഗ്സ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നാഷണൽ ന്യൂസ്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വാർത്തകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട പേഴ്സൺസ്, പ്രധാനപ്പെട്ട വ്യക്തികൾ, വാർത്തകളായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും വന്നോ, അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തികളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അവരുടെ ഫീൽഡ് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, പല രീതിയിലും ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ ഓരോ കലാരൂപങ്ങൾ എവിടെയാണ്, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഒരു ഉത്സവം നടന്നു, അതെവിടെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ എവിടെയാണ് ആഘോഷിക്കുന്നത്, എവിടെയാണ് പ്രധാനമായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, അല്ലേ, ദേശീയ അവാർഡുകളുണ്ട്, അന്താരാഷ്ട്ര അവാർഡുകളുണ്ട്, എല്ലാത്തിനെ പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാർക്കാണ് കിട്ടിയത്, അവരുടെ മേഖല ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട്, എത്രാമത് അവാർഡാണ്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ പ്രത്യേകം, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ കിട്ടി, ഇന്ത്യക്കാരിക്ക് കിട്ടി, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, ഏതെങ്കിലും ഒരു ബാങ്ക് പുതിയൊരു സ്കീം കൊണ്ടുവന്നു, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതെല്ലാം ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് എക്സാമിൽ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളതാണ്. വാർത്താ പ്രാധാന്യം നേടിയതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ബിൽസ് ആൻഡ് ആക്ട്സ്, ബിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള, ആക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഇപ്പോൾ ലോക്സഭയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്, രാജ്യസഭയിൽ അവതരിപ്പിച്ചത്, പ്രസിഡന്റ് ഒപ്പുവെച്ചത്, അങ്ങനെയുള്ള ഡേറ്റുകളും കാര്യങ്ങളും, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാലാവസ്ഥ ഉച്ചകോടി നടന്നു, അത് എവിടെയാണ് ഈ വർഷം നടന്നത്, കഴിഞ്ഞ വർഷം എവിടെയാണ് നടന്നത്, ഇനി വരാൻ പോകുന്ന വർഷം എവിടെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യം അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി വിയോഗങ്ങളാണ്. ഇപ്പോൾ മരണപ്പെട്ട ആളുകൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ അവരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അവരുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലേ. അതായത് ഇപ്പോൾ അവരേതെങ്കിലും ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇതായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ഒരു ആത്മകഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അവർ അന്തരിക്കുന്ന ആ ഒരു ഡേറ്റും അറിഞ്ഞിരിക്കണം. ഇനി ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം മിസൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നാവികസേന മേധാവി, കരസേന മേധാവി, വ്യോമസേന മേധാവി ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് നമ്മളൊരു മിസൈൽ വാങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി സയൻസ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം വരാറുണ്ട്. അതുപോലെ അപ്പോയിൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ നാഷണൽ ലെവലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ പ്രധാനപ്പെട്ടത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും മറ്റൊരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു തലപ്പത്ത് ഇന്ത്യൻ വംശജരായ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്നാണ് ലോഞ്ച് ചെയ്തത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്താണ്, കൃത്യമായിട്ട് പേരും അറിഞ്ഞിരിക്കണം. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു പ്രത്യേക ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഗവൺമെൻറ് സ്കീംസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു
വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗവൺമെൻറ് സ്കീംസ്. അടുത്തത് ഫേമസ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. പറയേണ്ട കാര്യമില്ല, എല്ലാ എക്സാമിലും ചോദിക്കാറുള്ള ഒരെണ്ണമാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബുക്കിനെ പറ്റി വാർത്തകളിൽ പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് മരിച്ച ആളുകളുടെ ബുക്സ്, ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഫേമസ് ബുക്സ് ആൻഡ് ഓതേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഏതെങ്കിലും പദവികളിരിക്കുന്ന ആളുകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്, അവരുടേതായ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബുക്സ്, അതൊക്കെയാണ് പ്രധാനമായിട്ട് എക്സാമിൽ ചോദിക്കാറുള്ളത്. അതിനെപ്പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ വാർത്താ പ്രാധാന്യം നേടിയ സ്ത്രീകൾ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം അപ്പോൾ എന്തെങ്കിലും അവാർഡ് നേടിയ വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇന്ത്യാസ് റാങ്കിങ് ഇൻ വേരിയസ് ഇൻഡെക്സസ്. നമുക്കറിയാം ഇന്ത്യയുടെ ഈ ഒരു ഇൻഡെക്സ്, അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം, ഈ വർഷം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ 1ാം സ്ഥാനത്തെത്തിയ ആളെയും ഏറ്റവും പുറകിലായ വ്യക്തിയെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഇൻഡെക്സ് ആരാണ് പ്രസിദ്ധീകരിക്കുന്നത് അത് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇനി ഈവൻറ്റ്സ് ആൻഡ് സമ്മിറ്റ്സ് ആണ്. ഏതൊക്കെ സമ്മേളനങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ, പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളുടെയൊക്കെ സമ്മേളനങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഇന്ത്യ വേദിയായിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനമാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. പിന്നെ ഏത് രാജ്യത്താണ് നടന്നത്, ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത്, തൊട്ട് മുന്നത്തെ വർഷം എവിടെയാണ് നടന്നത്, അതിലെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട അജണ്ട ഉണ്ടായിരുന്നു, ഏതൊക്കെ കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തത്, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും കറണ്ട് അഫെയർ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. നമുക്ക് ഇത്രയാണ്, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഒതുങ്ങുന്നതല്ല കറണ്ട് അഫെയർസ്, ഇതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങൾ വരാം. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതും ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി. അപ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ഒരിടത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അഡ 247 മലയാളം ആപ്പിൽ SSC RRB സ്പെഷ്യൽ കറണ്ട് അഫെയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അഡ 247 ആപ്പ് ഒന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് കാണുന്ന ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളാണ്. ഏതിലെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ താഴോട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാം. കണ്ടോ, കറണ്ട് അഫെയർ സ്പെഷ്യൽ ബാച്ച് ഫോർ RRB ആൻഡ് SSC എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലൊരു ഫോൾഡർ കാണാം. എന്ത് ചെയ്യുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആ കൂപ്പൺ കോഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് പകരം നമുക്ക് കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ വരും. അവിടെ എന്ത് ചെയ്യുക, Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ കുറഞ്ഞ എമൗണ്ടിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, പിന്നെ പേ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും കുറച്ച് സമയം കറണ്ട് അഫെയർ കാണാൻ, ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സാണ് ആണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഇതിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളത്തിലും എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ബാങ്കിങ് ചാനലിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർസ് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒരു സ്ഥലത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ആപ്പിലും ഇതുപോലെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും ആർട്ടിക്കിൾസും എല്ലാം അവൈലബിൾ ആണ്. അതും ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് മാക്സിമം ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്